പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. സാമ്പിൾ എന്നർത്ഥം വരുന്ന നമുന എന്ന വാക്ക് ഉപയോഗിച്ചാണ് യോഗി രാഹുലിനെ പരിഹസിച്ചത്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ ആത്യന്തികമായി BJPക്ക് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ANI നടത്തിയ പോഡ്കാസ്റ്റിലാണ് യോഗി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. രാഹുൽ ഗാന്ധിയുടെ ഏറെ ജനപ്രീതി നേടിയ ഭാരത് ജോഡോ യാത്രയെയും അദ്ദേഹം വിമർശിച്ചു. ഇന്ത്യയെ തകർക്കാനുള്ള പ്രചരണത്തിന്റെ ഭാഗമായി നടത്തിയ യാത്രയാണ് ഇതെന്നായിരുന്നു യോഗി ആദിത്യനാഥ് ആരോപിച്ചത്. ഇന്ത്യക്ക് പുറത്ത് അദ്ദേഹം ഇന്ത്യയെ വിമർശിക്കുന്നുവെന്നും രാജ്യം അദ്ദേഹത്തിന്റെ സ്വഭാവവും ഉദ്ദേശങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞെന്നും യോഗി ചൂണ്ടിക്കാട്ടി. BJPയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയെ പോലുള്ള ഏതാനും മാതൃകകൾ ഉള്ളത് വ്യക്തവും സുഗമവുമായ ഒരു പാത ഉറപ്പാക്കുന്നു എന്നായിരുന്നു യോഗി ഇതിനോട് കൂട്ടിച്ചേർത്തത്. രാഷ്ട്രീയ നേട്ടത്തിനായി കോൺഗ്രസ് മനഃപൂർവ്വം സെൻസിറ്റീവായ വിഷയങ്ങൾ നീട്ടിക്കൊണ്ടു പോകുകയാണെന്ന ആരോപണവും മുഖ്യമന്ത്രി വീണ്ടും ഉന്നയിച്ചു. രാമക്ഷേത്ര തർക്കം, മുത്തലാഖ് നിയമം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലെ നിലപാട് ചൂണ്ടിക്കാട്ടി യോഗി ആദിത്യനാഥ് ദേശീയ പുരോഗതിയോടുള്ള കോൺഗ്രസിന്റെ പ്രതിബദ്ധതയെ ചോദ്യം ചെയ്തു. വിവിധ വിഷയങ്ങളിൽ കഴിഞ്ഞ കാലത്തായി കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു യോഗിയുടെ വിമർശനം. മുത്തലാഖ് കോൺഗ്രസ് നിർത്തലാക്കാത്തത് എന്തുകൊണ്ട്? കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇത്രയധികം അഭിമാനത്തോടെയും ദൈവികതയോടെയുമുള്ള കുംഭമേളയെ പ്രോത്സാഹിപ്പിക്കാത്തത്? രാജ്യത്ത് ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടത് എന്തുകൊണ്ട്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് യോഗി ഉയർത്തിയത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിദേശ ഇടപെടൽ ആരോപിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് കോൺഗ്രസിനെതിരായ തന്റെ ആക്രമണം കൂടുതൽ ശക്തമാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം മാറ്റാൻ വേണ്ടി വിവാദ US കോടീശ്വരൻ ജോർജ് സോറോസിൽ നിന്ന് കോൺഗ്രസ് ഫണ്ട് സ്വീകരിച്ചതായും അദ്ദേഹം ആരോപിച്ചു. കൂടാതെ UPയിലെ മതസൗഹാർദ്ദത്തെക്കുറിച്ചും യോഗി ആദിത്യനാഥ് മനസ്സ് തുറന്നു. 100 ഹിന്ദു കുടുംബങ്ങൾക്ക് ഇടയിൽ ഒരു മുസ്ലിം കുടുംബം സുരക്ഷിതമായിരിക്കും. അവർക്ക് എല്ലാ മതപരമായ ആചാരങ്ങളും അനുഷ്ഠിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. എന്നാൽ 100 മുസ്ലിം കുടുംബങ്ങൾക്ക് ഇടയിൽ 50 ഹിന്ദുക്കൾക്ക് സുരക്ഷിതമായിരിക്കാൻ കഴിയുമോ? ഇല്ല. ബംഗ്ലാദേശ് ഒരു ഉദാഹരണമാണ്. ഇതിനു മുൻപ് പാകിസ്ഥാനും ഇതിന് ഉദാഹരണമായിരുന്നു എന്നായിരുന്നു യോഗിയുടെ വാക്കുകൾ. അതേസമയം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉയർന്നുവരുന്ന ക്ഷേത്രം പള്ളി തർക്കങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും അഭിമുഖത്തിൽ യോഗി ആദിത്യനാഥ് മറുപടി നൽകി. ഹിന്ദുക്കളുടെ സ്ഥലത്താണ് മുസ്ലിങ്ങൾ പള്ളികൾ നിർമ്മിച്ചതെന്നും ഇത് മുസ്ലിങ്ങളുടെ തത്വങ്ങൾക്ക് എതിരാണെന്നും യോഗി പറയുകയുണ്ടായി. ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തതിനു ശേഷം നിർമ്മിക്കുന്ന ആരാധനാലയങ്ങൾ ദൈവം അംഗീകരിക്കുന്നില്ല എന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്. പിന്നെങ്ങനെയാണ് അവർ ക്ഷേത്രം പണിഞ്ഞത്? UPയിലെ തർക്കഭൂമികളിലൊന്നായ സാമ്പലിൽ കഴിയുന്നത്രയും ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണം ചെയ്യും. സാമ്പലിൽ 64 തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. അതിൽ 54 എണ്ണം ഞങ്ങൾ കണ്ടെത്തി. എന്തു തന്നെയായാലും ഞങ്ങൾ ബാക്കിയും കണ്ടെത്തും. സാമ്പലിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ ലോകത്തോട് പറയും. സത്യം കാണാൻ കണ്ണുള്ളവർ അത് തിരിച്ചറിയും. എന്താണ് സാമ്പലിൽ നടന്നതെന്ന് അവർ കാണട്ടെയെന്നും യോഗി പറയുകയുണ്ടായി.